ഇപ്പോൾ ഒരു ഷൂട്ട് ഒരു പ്രൊഡക്ഷനിൽ ഒരു ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 30% പ്രോപ്സ് അവർ എടുക്കില്ലല്ലോ, കുറച്ച് ബാക്കി വരില്ലേ? അല്ല, ചില കമ്പനീസിന് തീരെ ഗോഡൗൺ ഇല്ല, അവർക്ക് വെയർ ഹൗസ് ഒന്നും ഇല്ല. നിങ്ങൾ സൂക്ഷിക്കും, അത് അവരെ പറയും എടുത്തോന്ന് പറയും. അപ്പൊ അത് നമ്മുടെ അടുത്ത വർക്കിലേക്ക് ഞാൻ ഉപയോഗിക്കും. അങ്ങനെ കുന്നുകൂടിയത് വലിയ സെറ്റപ്പ് ആട്ടോ ഇവിടെ. 400 4000 40,000 കേട്ടുണ്ട്. അത്ര സാധനങ്ങളുണ്ട് ഇവിടെ. കഴിഞ്ഞ 20 വർഷത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പഴയ ഗ്രാമഫോണൊക്കെ ഇവിടെ കണ്ടായിരുന്നു. ശരിക്കും ഷോപ്പ് ഉണ്ടായിരുന്ന 100 സ്ക്വയർ ഫീറ്റ് എങ്ങനെയാണോ, പുറത്ത് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലം പുള്ളിക്കാരൻ പറഞ്ഞു അന്ന് ഷോപ്പിന്റെ പുറത്ത് അതൊരു കോമ്പൗണ്ട് അകത്തായിരുന്നു അൽക്കൂസിൽ. അപ്പോൾ അന്ന് അവിടെ പിന്നെ പ്രശ്നമൊന്നുമില്ല, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, കോമ്പൗണ്ട് അകത്താണെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ ഈ ഫ്രണ്ടിലുള്ള ഈ സ്ഥലം ഞാൻ യൂസ് ചെയ്യുന്നു പറഞ്ഞു. പ്രശ്നമൊന്നുമില്ല പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതും. പിന്നെ ഒരു കാർപ്പൻറ്റർ വെച്ചിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എൻ്റെ ഒരു ഫാമിലിയിൽ നിന്ന് തന്നെ ഒരു പയ്യൻ വന്നു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ഈവൻ ഇത് ഓഫീസ് വർക്കായിട്ട് അങ്ങനെ ഇപ്പോൾ ഒരു ഏകദേശം ഒരു 22 വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. കാർപ്പൻറ്റേഴ്സ്, അതുപോലെ പെയിൻറ്റേഴ്സ്, പ്രോപ്പ് മാസ്റ്റർ ഉണ്ട്. ഇപ്പോൾ ഇൻഹൗസ് പ്രോപ്പ് മാസ്റ്റേഴ്സ് ഉണ്ട്, പ്രോപ്പ് ബയേഴ്സ് ഉണ്ട്, അതുപോലെ ഡിസൈനേഴ്സ് ഉണ്ട്. സോഫ്റ്റ്വെയറിലേക്ക് എപ്പോഴാണ് മാറിയത്? സോഫ്റ്റ്വെയറിലേക്ക് മാറിയത് ശരിക്കും ഒരു 5 വർഷം മുമ്പാണ്. 3D ഒക്കെ ചെയ്യുന്നത്? 3D ഒക്കെ ചെയ്യാൻ തുടങ്ങി. 3D ഉണ്ട്, കാർഡ് എല്ലാം ഉണ്ട്. സ്കെച്ചപ്പാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്, സ്കെച്ചപ്പാണ്. പിന്നെ അങ്ങനെ ഒരു 5-6 വർഷമായി. അതിന് മുമ്പ് നമ്മൾ നോർമലി 2D ഒക്കെ വരക്കും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു ഗ്രാഫിക് ഡിസൈനർ ആയിരുന്നു. അപ്പോൾ അവൻ്റെ അടുത്തായിരുന്നു ഞാൻ പ്രിൻറ്റിങ് ചെയ്യുന്നുണ്ടായിരുന്നത്. എന്തൊക്കെ നമുക്ക് കട്ടൗട്ട് വേണമെങ്കിൽ അതുപോലത്തെ പ്രിൻറ്റിങ് വർക്ക് അവൻ്റെ കൂടെ ആയിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നു, പ്രവീൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ അവിടെ നിന്ന് വർക്ക് 6 മണിക്ക് തീർന്നു കഴിഞ്ഞാൽ ഞാൻ രാത്രി അല്ലെങ്കിൽ അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ പുള്ളിക്കാരൻ അപ്പോൾ നാളെ ഇങ്ങനെ ഒരു ബോർഡ് ഉണ്ട്, എനിക്കൊരു കുറച്ച് ഡിസൈൻ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് പുള്ളിക്കാരൻ എനിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ്റെ കൂടെ. അപ്പം വേറെ കമ്പനിയില്ല, ഇപ്പോൾ ഫ്രീലാൻസ് ആണ്, ഞാൻ വർക്ക് കൊടുക്കാറുണ്ട് ഇപ്പോഴും. ആദ്യത്തെ ഡയറക്ടറിൻ്റെ പേര് പറഞ്ഞല്ലോ, ആദ്യം നിങ്ങൾ ആ വണ്ടിയിലിരുന്ന് യാത്ര ചെയ്തൊരു ഡയറക്ടറിൻ്റെ പേര് പറഞ്ഞു, നോർവേക്കാരൻ ബ്രൂസ് പാറ. അത്തരത്തിൽ നന്ദി പറയാനാണെങ്കിൽ കുറേ പേരുണ്ടല്ലേ? ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട്. പിന്നെ ഞാൻ ഏകദേശം ഒരു 5-6 വർഷം കഴിഞ്ഞാലാണ് ഒരു ആർട്ട് ഡയറക്ടർ ലെബനോണിൽ നിന്നൊരു ആർട്ട് ഡയറക്ടർ വരുന്നത് ഇവിടെ. ഒറ്റ പ്രാവശ്യം വന്നിട്ടുള്ളൂ. ആ ഒറ്റ പ്രാവശ്യത്തെ ആ ഒരു ഓർമ്മ എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. കാരണം പുള്ളിക്കാരത്തി വന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഹൗ ഇസ് എവറിത്തിങ്, ഓൾ ഗുഡ്, യു ഹാവ് ഓൾ ദ ടൂൾസ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ടൂൾസ് ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ടൂൾസ് വെച്ചാൽ ഞാൻ 5 വർഷമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയുടെ ബാക്ക് നോക്കിയപ്പോൾ പുള്ളിക്കാരത്തി കാണുന്നത് ചെറിയൊരു ബോക്സിൽ 2 സ്ക്രൂ ഡ്രൈവറും ഡ്രില്ലിംഗ് മെഷീനും 2 ഡ്രിൽ മെഷീനാണ്. പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എൻ്റെ അടുത്ത് നിങ്ങൾ പ്രെപ്പിങ് ചെയ്യുകയാണ്. പുള്ളിക്കാരത്തി എൻ്റെ കൂടെ വരും വണ്ടിയിൽ. ഞങ്ങൾ 2 പേരും ഇങ്ങനെ പോയ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, എവിടെയാണ് ഹാർഡ്വെയർ ഷോപ്പ് എവിടെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ എയ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എയ്സിൽ അവിടെ പോയിക്കോന്ന് പറഞ്ഞു. അവിടെ പോയപ്പോൾ എനിക്കൊന്നും അറിഞ്ഞൂടാ. അപ്പം ഞാൻ കരുതുന്നത് ഇത് പ്രോപ്സ് ആണ്, ഷീ ഈസ് ബൈങ് ഫോർ എ പ്രോപ്സ് എന്നാണ്. ഒരു വലിയൊരു പെട്ടി അവിടെ നിന്ന് പർച്ചേസ് ചെയ്തു. എന്നിട്ട് അതിനകത്ത് ഒരു പ്രോപ്പ് മാസ്റ്ററിന് വേണ്ട എത്ര ടൂൾസ് ഒരു പ്രോപ്പ് മാസ്റ്ററിന് ആവശ്യം. ഷീസ് എ ഫീമെയിൽ. ആൻഡ് ഷി വാസ് ലൈക്ക് ഗ്രാബിങ്, ഇങ്ങനെ വലിച്ചിടുകയാണ്. അപ്പം ഞാനിങ്ങനെ പെട്ടിങ് കൊണ്ട് ഒരു ബാക്കിൽ നടക്കും. ടൂൾസ് ആണ് എല്ലാം, സ്ക്രൂ ഡ്രൈവർ, കട്ടിംഗ് പ്ലെയർ, സ്പാൻഡർ, ഡ്രില്ല്, മിഷന്, എക്സ്റ്റൻഷൻ കേബിൾ എന്ന് പറഞ്ഞിട്ട് A to Z ലൈക്ക് 3 സ്റ്റോർ ഓഫ് ഇത്രയും ഉള്ളൊരു പെട്ടിയിൽ ഫുൾ നിറച്ചിട്ട് കൗണ്ടറിൽ പോയി കാശും കൊടുത്തു. അപ്പോൾ അന്നേരം ആ സമയത്ത് ഒരു ഏകദേശം ഒരു 2500 ദിറംസ് ആണ് അന്നത്തെ ബില്ല്. അതെനിക്ക് ശരിക്കും അറിയാം. അപ്പം ഞാൻ കരുതുന്നത് ഇതിലേതെങ്കിലും ഒരു ഷോട്ടിൽ വർക്ക്ഷോപ്പിൻ്റെ പരസ്യം അല്ല, കാരണം ഇതിലേതെങ്കിലും ഒരു ഷോട്ടിൽ ഇപ്പോൾ ആർട്ട് ഡയറക്ടർ ആണെങ്കിൽ എനിക്കൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്നിട്ട് എന്നോട് പറഞ്ഞു എല്ലാം കഴിഞ്ഞ ശേഷം ഈവനിങ് എൻ്റെ അടുത്ത് പറഞ്ഞു, ദിസ് ഇസ് ഫോർ യു. ഓക്കെ. അപ്പോൾ ഞാൻ ശരിക്കും എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോഴൊക്കെ ഓക്കെ നമുക്ക് പറയാം ഒരു 2000 ദിറംസിൻ്റെ ഒരു ടൂൾസൊക്കെ മേടിക്കാൻ വെച്ചാൽ. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളൊരു സാധനം വേണമെങ്കിൽ 1-2 20 ദിറംസ് അല്ലെങ്കിൽ ഒരു 10 ദിറംസ്. ഡേ ടൂടെ അന്ന് ഇല്ല എന്നാണ് തോന്നുന്നത്. ഇതൊക്കെ ഉണ്ടായിരുന്നു, എയ്സ്, ക്യാരിഫോർ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ സാധനം ഇന്നും എൻ്റെ ടൂൾസ് പെട്ടിയിൽ കാണുന്നുണ്ട്. അവർ തന്ന ആ ബോക്സ് വരെ ഇപ്പോഴും ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ. ഇപ്പോൾ അന്നത്തെ ആ ചെറിയ ഓഫീസിൽ കിടന്ന് കബോർഡ്, അതുപോലെ തന്നെ ആ ഒരു ചെറിയ ടേബിള്, ഒരാൾക്ക് പാസ് ചെയ്യാൻ പറ്റുന്ന മാത്രമായിട്ടുള്ള ചെറിയ ഡോറും ഒരു ഓഫീസ് ഉണ്ടായിരുന്നു നമുക്ക്. അതിൻ്റെ സാധനങ്ങൾ വരെ ഇപ്പോഴും ഉണ്ട്. ഒരു മലയാളിക്ക് ഓർത്തെടുക്കാൻ
പേര് പറഞ്ഞാൽ അവൻ അറിയാൻ പറ്റുന്ന ഏത് പ്രൊഡക്റ്റിന്റെ അഡ്വർടൈസിങ് ഒന്ന് പറയാമോ? നമുക്ക് അറിയണം, മലയാളിക്ക് കേരളത്തിലെ മലയാളി കിട്ടി കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റിന്റെ സെറ്റപ്പ് നിങ്ങളാണ് ഒരുക്കിയത്. ഇവിടുത്തെ ഡൂ ഇത്തിസലാത്ത് തന്നെ ഒരുപാട് ഡൂവിന്റെ ഒരുപാട് പരസ്യം ഇപ്പൊ നിങ്ങൾക്ക് കാണാലോ. ഡൂവിന്റെ അവിടെ ഡൂവിന്റെ അകത്തന്നെ ഒരു സോഫയിലൊക്കെ ഇരുന്നിട്ട് ഒരു കാർപ്പറ്റൊക്കെ ഇങ്ങനെ ഫ്ലൈങ് ഇപ്പൊ അവിടെ റൺ ചെയ്യുന്നുണ്ട്. അതുപോലെ ബാക്ക് ടു സ്കൂൾ സെന്റർ പോയിന്റിന്റെ അതൊക്കെ ഇപ്പൊ നമ്മൾ റീസെന്റ് ചെയ്താണ്. ഐക്യയുടെ കഴിഞ്ഞ വർഷത്തെ ഐക്യ. അതുപോലെ കൂടുതലും നിങ്ങൾ ചെയ്യുന്ന പരസ്യങ്ങളുടെ സംവിധാനം അറബ്സ് ആണോ അതോ യൂറോപ്യൻസ് ആണോ? യൂറോപ്യൻസ് ആണ്. ഇന്ത്യൻസ് ഇപ്പോ വളരെ ചുരുക്കേ ചെയ്തിട്ടുള്ളൂ. ഒരു 4-5 പരസ്യം ചെയ്തിട്ടുള്ളൂ. ഇന്ത്യയിലെ വെച്ച് നോക്കുമ്പോൾ അഡ്വർടൈസിങ് ഇവിടെയാണ് കൂടുതൽ? ഇന്ത്യയിൽ തന്നെ? ഇന്ത്യയിലല്ല കുറച്ചും കൂടെ അഡ്വർടൈസ്മെന്റ് കൂടുതൽ ഉണ്ട്. അത്രയും ആൾക്കാർ ജനങ്ങളുണ്ടല്ലോ ഇന്ത്യയിൽ. ഇവിടെ കമ്മ്യൂണിറ്റി പല ലോകരാജ്യങ്ങളുണ്ടല്ലോ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഇന്റർനാഷണൽ കമേഴ്ഷ്യൽസ് ആയതുകൊണ്ട് എല്ലാം വേറെ വേറെ രാജ്യങ്ങൾ ആളായിരിക്കും. അപ്പോൾ ഓബ്രോഡ് DOP അതുപോലെ തന്നെ ഡയറക്ടറൊക്കെ പുറത്തുനിന്നാണ് വരുന്നത്. ഇവിടെയുള്ള കുറച്ച് ഡയറക്ടേഴ്സ് ഉണ്ട്, ഇല്ല എന്നല്ല. ഇപ്പോൾ അലി മുസ്തഫ, നമ്മുടെ സിറ്റി ഓഫ് ലൈഫിന്റെ ഡയറക്ടർ, മൂപ്പര് നല്ല കമേഴ്ഷ്യൽ ചെയ്യും. ഞാൻ പുള്ളിക്കാരൻ അറബാണ്, അറബ് കം അമേരിക്കൻ അങ്ങനെ. പുള്ളിക്കാരൻ്റെ കൂടെ ഞാൻ ഇത്തിസ്ലാത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചിലപ്പോൾ നിങ്ങൾ കണ്ടാണ് റോപ്പ് ഇങ്ങനെ വലിച്ച് 7 UAE റോപ്പ് വലിച്ചിട്ട് അവസാനം ആ ഫ്ലാഗ്, അതൊക്കെ ഞാൻ ചെയ്ത സംഭവമാണ് പുള്ളിക്കാരൻ്റെ കൂടെ. അതുപോലെ ഇപ്പോൾ പിന്നെ ഒരു ഇന്ത്യൻ കമ്പനിക്ക് പറഞ്ഞിട്ട് അജ്മൽ പെർഫ്യൂം ഇപ്പൊ നമ്മൾ ചെയ്തു ഒരു നമ്മുടെ തേജൽ പട്നി ആയിട്ട്. തേജൽ പട്നി ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ്, നല്ല ഒരു ഫോട്ടോഗ്രാഫറാണ്, ഡയറക്ടറാണ്. ഇപ്പോൾ വന്ന് ഇവിടെ ഉള്ള അത് ഇപ്പോൾ ഇന്ത്യനാണ്. പിന്നെ ഫോട്ടോഷൂട്ട് ചെയ്യാറുണ്ട് കൂടുതലും. ഫോട്ടോ ഇതിന്റെ ഇടയിൽ ഫോട്ടോഷൂട്ട് വരും. ഇപ്പൊ നമ്മൾ TV കമേഴ്ഷ്യൽ ചെയ്യുന്ന സമയത്ത് അതിന്റെ അതേ സെറ്റിൽ തന്നെ ഫോട്ടോഷൂട്ട് ഉണ്ടാവും. ഒക്കെ നിങ്ങളെ ബാധിച്ചു തുടങ്ങി അങ്ങനെ സംഭവം. അങ്ങനെ ഇപ്പോൾ വിർച്വൽ പ്രൊഡക്ഷൻ വന്നപ്പോൾ നമ്മളെടുത്ത് പറഞ്ഞു ഇനിയിപ്പോൾ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഒന്നും ഉണ്ടാവില്ല, എല്ലാം ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് സ്ക്രീൻ ആയിരിക്കും, സ്ക്രീനിൽ ഫുള്ള് ബിൽഡിംഗ് ആയിരിക്കും, ഒന്നുമില്ല, ഒന്നും സംഭവിക്കില്ല. അതൊക്കെ ചില കമേഴ്ഷ്യലിനും സിറ്റിയൊക്കെ നമ്മൾക്ക് ബ്ലോക്ക് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അല്ലാതെ ഒരു ഡയറക്ടറിന് ഒരു ബിൽഡിങ്ങിന്റെ ഭിത്തിയിലോട്ട് കയറണമെന്ന് വെച്ചാൽ അത് റിയൽ ബിൽഡിംഗ് തന്നെ വേണം. അല്ലാതെ ബാക്ക്ഗ്രൗണ്ടിൽ ആ സ്ക്രീനിൽ ഒരു ബിൽഡിങ്ങും ഫ്രണ്ടിൽ ആ ഒരു പീസ് ഓഫ് വുഡ് വെച്ചിട്ട് അതിനകത്ത് ക്ലൈം ചെയ്ത് കഴിഞ്ഞാലൊന്നും മൂപ്പർക്ക് ആ ഡെപ്ത് കിട്ടാനൊന്നും പോകുന്നില്ല, ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ ആദ്യം വിർച്വൽ പ്രൊഡക്ഷന് ഞാൻ ഇവിടെ ഇറങ്ങുന്ന ഒരു 5 വർഷം മുമ്പാണല്ലോ, ഏകദേശം ഒരു കൊറോണയ്ക്ക് ശേഷമാണ്. അപ്പോൾ എന്നെ ആ ഒരു മീറ്റിങ്ങിന് വിളിച്ചിരുന്നു അവർ ഇവിടെ DIP-യിൽ. ഞാനന്ന് പോയിട്ട് ഇങ്ങനെ അവരെ മീറ്റ് ചെയ്തപ്പോൾ എൻ്റെ കൂടെ ഒരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, സലീം ഇതൊന്നും ഇനിയിപ്പോൾ നിൻ്റെ ഇതൊന്നും വേണ്ടി വരില്ല, ഇതൊക്കെ ഫുള്ള് ഇവർ പിക്ചേഴ്സ് ഉണ്ടാക്കിയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ആണെങ്കിലും നീ ചെയ്യുന്ന ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇവർ സ്ക്രീനിലിട്ടിട്ട് ഫ്രണ്ടിൽ, ഇപ്പോൾ എക്സാമ്പിൾ ഫ്രണ്ടിൽ ഒരു റോക്സ് ആണ്, ബാക്കിൽ ഇപ്പോൾ സാൻഡ് ആണെങ്കിൽ ചിലപ്പോൾ അത് വർക്ക് ആയിരിക്കാം, നമുക്ക് ഈസിയാണ് ഫ്രണ്ടിൽ സാൻഡ് ഡ്യൂൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേ സ്ഥാനത്ത് ബാക്കിയുള്ളതൊക്കെ അത്ര വലിയൊരു വർക്ക്ഔട്ട് ആവുന്നില്ല. ശരിക്കും ഞാൻ പേടിച്ചത് വെറുതെ ആണെന്ന് തോന്നുന്നു. നമുക്ക് എത്ര പറഞ്ഞാലും ഫോക്കസ് പോയി കഴിഞ്ഞാൽ ക്യാമറയുടെ ലെൻസ് മാറ്റി കഴിഞ്ഞാൽ അത് പിക്സലായി. പിന്നെ അതങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ചില ഷോട്ടുകൾ ഞാൻ അവരെ പരസ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വിർച്വൽ പ്രൊഡക്ഷനിൽ ചെയ്ത കുറച്ച് പരസ്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ നൈക്കിയുടെ അതുപോലെ തന്നെ അഡിഡാസിൻ്റെ ഓടുന്ന സമയത്ത് ഇപ്പോൾ ഷൂ കെട്ടുകയാണ് ഒരു ബിൽഡിങ്ങിൻ്റെ മേലെ നിന്നിട്ട്, അതൊക്കെ അവർക്ക് ചെയ്യാം. അത് ആ ഒരു വിഷ്വൽ അവിടെ കൊണ്ടുവന്നിട്ട് ആ ഒരു ഭിത്തി മാത്രം ഉണ്ടാക്കിയിട്ട് ഭിത്തിയുടെ മേലെ കാല് വെച്ചിട്ട് കെട്ടുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും താഴെ എത്ര, അതൊക്കെ ചെയ്യാൻ പറ്റും. അല്ലാതെ റണ്ണിങ് ഷോട്ട് അതുപോലെ ഫൈറ്റ് സീൻസ് ഒക്കെ പറ്റില്ല എന്നാണ് എനിക്ക്. ഏതൊക്കെ ഹിന്ദി സൂപ്പർ സ്റ്റാർസിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്? ഏകദേശം എല്ലാം. ആദ്യം സൽമാൻ ഖാൻ, ഷാറൂഖ് ഖാൻ, പിന്നെ അതുപോലെ തന്നെ രൺദീപ് ഹൂഡ, ഋത്തിക് റോഷൻ, പിന്നെ സൈഫ് അലി ഖാൻ, പിന്നെ അക്ഷയ് കുമാർ, ഇപ്പോൾ ലാസ്റ്റ് വന്നത് പിന്നെ മറ്റേ ദ ക്രൂ എന്ന് പറയുന്ന പടം വന്നല്ലോ, 3 ഗേൾസ്. ഇവിടെ കുറച്ച് ഭാഗമേ ചെയ്തിട്ടുള്ളൂ. അബുദാബിയിൽ. എയർപോർട്ടിന്റെ കുറച്ച് ഭാഗം ഇവിടെയാണ്. അകത്തുള്ള നടക്കുന്ന സീനൊക്കെ അഡ്നോക്കിലായിരുന്നു. അബുദാബി എയർപോർട്ട് ആക്കിയിട്ട് നമ്മള് വേറൊരു രാജ്യത്തിന്റെ പേരും കൊടുത്താൽ ചെയ്തത്. നമ്പർ പ്ലേറ്റ് ഒക്കെ പുതിയ രീതിയിലെ നമ്പർ പ്ലേറ്റ്, അതിൽ എന്തൊക്കെ റിസ്ക് ഉണ്ടായിരുന്നു? ആൽബുർജ്, ഒന്ന് സൈൻ ബോർഡ്സ്, ഞാൻ ശ്രദ്ധിച്ച പടം സൈൻ ബോർഡ്സ് ഒക്കെ വേറെ സാധനങ്ങളാണ്, കളേഴ്സ് മാറ്റി. ഒരിക്കലും UAE ഒരു എംബ്ലോം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അവരല്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതേപോലെ ടാക്സിയുടെ ഒരു യെല്ലോ ഒക്കെ ലോഗോ യെല്ലോ മാറ്റി,
വേറെന്തോ ഒരു നമ്പർ. കറക്റ്റ്. അങ്ങനെ നമ്മൾ നമ്പർ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ പിന്നെ പ്രിന്റ് ചെയ്യും. സ്ക്രിപ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ പറഞ്ഞിരുന്നു വി ആർ നോട്ട് ഷോയിങ് ആസ് അബുദാബി, വി ഷോയിങ് ആസ് എ ബുർജ്, വേറൊരു രാജ്യമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം. അപ്പോൾ ഇനിയിപ്പോൾ ആ സമയത്ത് നമ്മൾ UAE ഒന്നും ബാക്ക്ഗ്രൗണ്ടിൽ വരാതെ സൂക്ഷിക്കണം. അല്ലാതെ ഒരു നമ്മൾ വേറൊരു രാജ്യം നടന്നിട്ട് വലിയൊരു ഫ്ലാഗ് ബാക്കിൽ കെട്ടി തൂക്കിയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് മാറിയില്ലേ. അപ്പോൾ ഹോട്ടൽ ഏതായിരുന്നു അവർ സ്റ്റേ ചെയ്യുന്നതായിട്ട്? അവര് ഇത് നമ്മുടെ എമിറേറ്റ്സ് പാലസ് ആയിരുന്നു. എമിറേറ്റ്സ് പാലസ്. ആ ബാക്കിലൊക്കെ നമ്മൾ ഡ്രസ് ചെയ്തത് എമിറേറ്റ്സ് പാലസ് ആയിരുന്നു. അവിടെയും കുറച്ച് ചെറിയ ചെറിയ സെറ്റ് വർക്കുകൾ ചെയ്തു. ഷാറുഖ് ഖാന്റെ കൂടെ ഒരുപാട് പടം ചെയ്തിരുന്നത്. ഇപ്പോൾ ഡങ്കിയുടെ സോങ് ഇല്ലേ ഇപ്പോൾ വന്ന ഓമാഹി എന്ന് പറയുന്ന സോങ് നമ്മൾ ഇവിടെയാണ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ സീറോയിലെ ഒരു സീൻ ഇവിടെ ചെയ്തിരുന്നു. ഒരു ലിഫ്റ്റിൽ ഇവിടെ ഒരു ലിഫ്റ്റ് ക്രിയേറ്റ് ചെയ്തിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഹാപ്പി ന്യൂ ഇയർ. പിന്നെ വേറെന്താ ഇവിടെ ചെയ്തത്? 4 പടം എന്താ ചെയ്തിരുന്നു. എപ്പോഴെങ്കിലും ഞാനൊരു മലയാളിയാണ്, എനിക്കൊരു മലയാള സിനിമയിൽ വർക്ക് ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല? തീർച്ചയായിട്ടും. ഞാനിപ്പോൾ എമ്പുരാൻ എന്നുള്ള പടം മണിച്ചേട്ടൻ വന്നപ്പോൾ പ്രൊഡക്ഷൻ ഡിസൈനർ മണിച്ചേട്ടൻ നമ്മൾ 2018 പുള്ളിക്കാരൻ വന്നു, മീറ്റ് ചെയ്തു, നമ്മൾ ഒരുപാട് അതിനെപ്പറ്റി ഡിസ്കഷൻ ചെയ്തു. ഇവിടെ ചെയ്യാന്നുള്ളൊരു പ്ലാനിലായിരുന്നു അവർ. പിന്നെ വേറെ എന്തോ ഒരു കാരണം കൊണ്ട് അത് ചെന്നൈയിലോട്ട് പോവാണ്. സമയത്തൊക്കെ ഞാൻ ഭയങ്കര സന്തോഷിച്ചിരുന്നു. ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു വലിയൊരു സ്കെയിൽ ബിൽഡ്, ഒരു കൺസ്ട്രക്ഷൻ ഒരു മലയാളത്തിലേക്ക് ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെറിയ സംഭവം ഒന്നുമല്ല. ഇറ്റ്സ് എ വൺ ബിഗ് സിനിമയായിരുന്നു. അപ്പോൾ അത് മാറിയപ്പോൾ പിന്നെ അങ്ങനെ ഒരു ചാൻസ് പോയി. പിന്നെ അല്ലാതെ പിന്നെ മലയാള പടം വരുന്നതെല്ലാം ഒരു ഓൺ റിയൽ ലൊക്കേഷനിൽ ജസ്റ്റ് ഡ്രസ്സപ്പ് ചെയ്തിട്ട് ചെയ്യുന്ന പടമാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഒരു വലിയൊരു കൺസ്ട്രക്ഷൻ ഒന്നും ഇവിടെ മലയാള സിനിമ വർക്ക് ചെയ്തിട്ടില്ല. ഇല്ല, ഇതുവരെ ചെയ്തിട്ടില്ല. മലയാള സിനിമ വർക്ക് ചെയ്തിട്ടില്ല. മമത മോഹൻദാസിന്റെ കൂടെ ഒരു സോങ് ചെയ്തിരുന്നു, തേടൽ എന്ന് പറയുന്ന ഒരു സോങ്. ഏത് ഭാഷ? അത് മലയാളം തന്നെയാണ്. മലയാളം. ഏത് സിനിമയായിരുന്നു? സിനിമയല്ല, ഒരു സോങ്, ഒരു ആൽബം ആയിരുന്നു. അതിങ്ങനെ നമ്മളൊരു പ്രൊഡ്യൂസറിന്റെ കെയർഫിൽ വന്നാണ്, മിനിമാമിന്റെ കൂടെ അങ്ങനെ വന്നാണ്, അങ്ങനെ ചെയ്തിരുന്നു. ഇപ്പോൾ നമുക്ക് ഏറ്റവും വലിയ സങ്കടമായ കാര്യം, ഇദ്ദേഹം 20 വർഷമായി എനിക്കൊണ്ട് ഹിന്ദിയിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളുടെയും വർക്ക് ചെയ്തു. പക്ഷേ മലയാളം സിനിമ, തമിഴ് സിനിമ ചെയ്തിട്ടുണ്ടോ? 2-3 പടം വന്നിരുന്നു. നമ്മുടെ ക്രൂ ഒക്കെ അതിനകത്ത് പോയിരുന്നു, ഞാൻ ചെയ്തിരുന്നു. ഇപ്പോൾ ഇനിയിപ്പോൾ ലാസ്റ്റ് ചെയ്ത സിനിമ ഏതായിരുന്നു? ഇനിയിപ്പോൾ ഇറങ്ങാൻ പോകുന്ന സിനിമയാണ് വാർ 2. അതിന്റെ എത്രമാത്രം എത്ര ശതമാനം ഇവിടെ ചെയ്തിട്ടുണ്ട്? അതൊരു ഇവിടെ മെയിൻലി ആക്ഷൻ സീക്വൻസ് ആണ് ഇവിടെ മെയിൻലി ഷൂട്ട് ചെയ്തത്. അതിപ്പോൾ ഇറങ്ങിയിട്ടില്ല, ഇറങ്ങാൻ പോകുന്നു. അതിനു മുമ്പ് ഇപ്പോൾ 2 പടം ലാസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ദ ക്രൂ ആൻഡ് ബഡേമിയ ചോട്ടാ, രണ്ടും കണ്ടു. വാറിന്റെ എന്തൊക്കെ സീക്വൻസുകളാണ് ഷൂട്ട് ചെയ്തേക്കണേ? മെയിൻലി ആക്ഷൻസ് ആണ്. സെറ്റപ്പ് എന്തൊക്കെയാണ്? സെറ്റപ്പ് ഇത് ബോട്ട് അതുപോലെ ഇങ്ങനെയുള്ള. അത് റിയൽ ലൊക്കേഷൻ ആണോ സെറ്റപ്പ് ആണോ? അത് റിയൽ ലൊക്കേഷനകത്ത് പ്രോപ്സും കാര്യങ്ങളും സെറ്റപ്പ് വെച്ചിട്ട് ഉള്ള സംഭവങ്ങളാണ്. അത് പിന്നെ റിലീസ് ആവാത്ത കൊണ്ട് കൂടുതൽ അങ്ങോട്ട് പറയാൻ പറ്റില്ല. ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാം. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ക്യൂരിയോസിറ്റി ഉണ്ട്, മനസ്സിലായി. പക്ഷേ അതാ പറഞ്ഞത്, അത് സ്ക്രീനിൽ പറഞ്ഞുതരാൻ പിന്നെ ഒരു റിലീസ് ആവാത്ത കൊണ്ട് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ട്. നമ്മൾ റിലീസ് ആയതിനു ശേഷമാണ്. അത് എത്ര നാളുണ്ടായിരുന്നു പ്രൊഡക്ഷൻ വർക്കുകൾ? അതൊരു 12 days ഷൂട്ടായിരുന്നു. 12 days. പ്രീ പ്രൊഡക്ഷൻ എത്ര? ഒരു 2 weeks 3 weeks ഉണ്ടായിരുന്നു. ആർട്ടൊക്കെ സെറ്റ് ചെയ്ത് ഫുൾ നിങ്ങൾ തന്നെ ചെയ്ത്. അപ്പോൾ അതിന്റെ ഒറിജിനൽ ആർട്ട് ഡയറക്ടർ ആരായിരുന്നു നാട്ടിൽ നിന്നുള്ള? രജത് പുദ്ദയായിരുന്നു വാർ 2-ന്റെ പ്രൊഡക്ഷൻ ഡിസൈനർ. സലീം മൻസിൽ എന്ന് പറഞ്ഞ വ്യക്തിയെ മലയാള സിനിമയ്ക്ക് ആവശ്യമുണ്ട്. മലയാള സിനിമ വളരുകയാണ്. മലയാള സിനിമ തീർച്ചയായും ദുബായിൽ വന്ന് വലിയ സിനിമകൾ ചെയ്യട്ടെ. അതിൻ്റെ പിന്നാമ്പുറത്ത് സലീം മൻസിലിൻ്റെ പേര് വരട്ടെ. ആശംസകൾ. ഇനി ഞങ്ങൾ ഇവിടെ വരും. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇനി എടുക്കാനുണ്ട്. ഒരു വലിയ ഒരു കൊട്ടാരത്തിൻ്റെ സാധനങ്ങളോ അല്ലെങ്കിൽ ഒരു ലോകത്തിൻ്റെ ഏത് രാജ്യത്തിൻ്റെ സെറ്റപ്പുകൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഗോഡൗണിലുണ്ട്. ഏതായാലും നന്ദി. താങ്ക് യു.